ഇപ്പോൾ തോമസ് ഉണ്ട്. തോമസ് നമസ്കാരം. അജിത് പവാർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഈ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വളരെ അപ്രതീക്ഷിതമായ വിയോഗമല്ലേ? തീർച്ചയായിട്ടും കാരണം അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് തന്നെ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സുപ്രിയ സുലെയും അതുപോലെ ശരത് പവാറുമായിട്ട് ചോദിച്ച് BJPക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് അജിത് പവാർ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിയോഗം വളരെയധികം സങ്കടകരവും പ്രയാസമുളവാക്കുന്നതാണ്. അറിയില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നിരുന്നാലും വിഷയമായിട്ട് തോമസ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു DGCയെ. അറിയില്ല, ഞാൻ വിധാനസഭയില, ഞാൻ നിയമസഭയ്ക്കകത്താണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വെളിയിൽ ഇറങ്ങി പെട്ടെന്നൊന്ന് കോൾ ചെയ്യായിരുന്നു. ഞാൻ സുപ്രിയാജിയായിട്ട് ബന്ധപ്പെട്ടു. മാം എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ്. എന്തായിരുന്നാലും പറഞ്ഞോളൂ. വളരെ വേദനിപ്പിക്കുന്ന അപ്രതീക്ഷിതമായി പോയി. മാത്രമല്ല തന്റെ രാഷ്ട്രീയ കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ്, ഉപമുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്, അതും മഹാരാഷ്ട്ര നിയമസഭയിൽ തന്റെ കരുത്ത് കാട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് മടങ്ങുന്നത്. അതെ, ഏറ്റവും പ്രയാസമുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായിരുന്നാലും ഒരു പ്രതികരണം തരാം. കാരണം ഒന്ന് സ്ഥിരീകരിച്ചോട്ടെ. ഞങ്ങൾ പാർട്ടിയായിട്ടൊന്ന് ബന്ധപ്പെട്ട വിഷയം സ്ഥിരീകരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യാം. താങ്ക് യു തോമസ്. ഇപ്പോൾ അജിത് പവാർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ്. രാവിലെ 8:45 വിമാനാപകടത്തിൽ അജിത് പവാറിന് ദാരുണാന്ത്യം എന്ന വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെ ശശീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ കെ ശശീന്ദ്രൻ, അങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് DGCയെ. അജിത് പവാർ ഇനിയില്ല. ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാനിടയായത്. NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി നിരന്തരമായി സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു സഹപ്രവർത്തകനാണ് ഞാൻ. ഇടക്കാലത്ത് മഹാരാഷ്ട്രയിലുണ്ടായ സംഘടനാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടു പക്ഷത്ത് നിൽക്കേണ്ടി വന്നെങ്കിലും വ്യക്തിപരമായ സൗഹൃദത്തിന് ഒരു ഉലച്ചിലും ഉണ്ടായിരുന്നില്ല. ഈ മരണം അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും ലഭിക്കാൻ ബാക്കി കിടക്കുകയാണ്. എന്തായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറാനാകില്ല. അദ്ദേഹത്തിന് സംഭവിച്ച ഈ ദുരന്തത്തിൽ അങ്ങേയറ്റം വേദനിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു ശ്രീ ശശീന്ദ്രൻ. കെ ശശീന്ദ്രനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ബാരാമതിയിൽ അജിത് പവാറിൻ്റെ സ്വന്തം തട്ടകത്തിൽ തന്നെ അജിത് പവാറിന് അന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന വാർത്ത ഇപ്പോൾ വരുന്നു. രാവിലെ 8:45 അജിത് പവാർ, മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി, NCPയുടെ മുതിർന്ന നേതാവ് സഞ്ചരിച്ചിരുന്ന വിമാനം ബാരാമതിയിലെ വിമാനത്താവളത്തിന് തൊട്ടടുത്ത് വിജനമായ സ്ഥലത്ത് തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടു എന്നാണ് DGCയെ ഇപ്പോൾ നൽകുന്നത്. ആ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും ആ വിമാനം പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്ന കാഴ്ചയും പ്രേക്ഷകർ കണ്ടു.